ഒരിക്കൽ ഒരു മനുഷ്യൻ വെള്ളം കോരാൻ കിണറിൻ്റെ അരികിൽ വന്നു. അയാൾ ആവശ്യത്തിലധികം മദ്യപിച്ചിട്ടുണ്ട്. കിണറ്റിലേക്ക് നോക്കിയപ്പോൾ അയാൾ ഞെട്ടിപ്പോയി. കാരണം എന്നും ആകാശത്ത് കാണുന്ന ചന്ദ്രൻ അതാ കിണറ്റിൽ വീണ് കിടക്കുന്നു. ചന്ദ്രൻ മുങ്ങി മരിക്കുന്നത് അയാൾക്ക് ഓർക്കാൻ പോലും കഴിഞ്ഞില്ല. വെള്ളം കോരുന്ന ബക്കറ്റ് കൊണ്ട് ചന്ദ്രനെ പൊക്കിയെടുക്കാൻ അയാൾ ഒരു ശ്രമം നടത്തി. കയർ അങ്ങനെ മുകളിലേക്ക് വലിക്കുമ്പോൾ ബക്കറ്റ് കിണറിൻ്റെ അരികിൽ കുടുങ്ങി. ശക്തിയായി അയാൾ മുകളിലേക്ക് കയർ വലിച്ചതും കയർ പൊട്ടി മലർന്നടിച്ച് വീണതും ഒന്നിച്ചായിരുന്നു. നടുവിന് വല്ലാതെ വേദനിച്ചപ്പോഴും അയാൾക്ക് മനസ്സിൽ വളരെ സന്തോഷമാണുണ്ടായത്. കാരണം മലർന്നടിച്ച് വീണ അയാൾ കണ്ടത് മുകളിൽ നിന്ന് തന്നെ നോക്കി ചിരിക്കുന്ന ചന്ദ്രനെയാണ്. അഭിമാനത്തോടെ അയാൾ ചിന്തിച്ചു, താനൊന്ന് വീണെങ്കിലെന്താ, നടുവൊടിഞ്ഞെങ്കിലെന്താ, ചന്ദ്രനെ മുകളിലേക്ക് കയറ്റാൻ തനിക്ക് കഴിഞ്ഞല്ലോ. ചന്ദ്രനും സൂര്യനുമൊക്കെ മുകളിൽ ഇരിക്കുന്നതും കൃത്യസമയത്ത് ഉദിക്കുന്നതും താൻ കാരണമാണെന്ന് ചിന്തിക്കുന്നവർ അഹങ്കാരികളാണ്. ഞാനില്ലെങ്കിൽ പ്രളയം എന്ന ഭാവത്തിൽ നടക്കുന്ന എത്രയോ പേരുണ്ട്. ഇവരൊക്കെ ചിലപ്പോഴെങ്കിലും സെമിത്തേരിയിൽ ഒരു സന്ദർശനം നടത്തുന്നത് നല്ലതായിരിക്കും. കാരണം അപ്പോൾ അവർ ഒരു സത്യം മനസ്സിലാക്കും. നമുക്ക് മുമ്പേ മൺമറഞ്ഞു പോയ എത്രയോ മഹത് വ്യക്തികൾ, ശാസ്ത്രജ്ഞന്മാർ, ഭരണാധികാരികൾ ഈ ഭൂലോകത്തിലുണ്ടായിട്ടുണ്ട്. അവരൊക്കെ പോയിട്ടും ഇന്നും പ്രസ്ഥാനങ്ങളും ശാസ്ത്രവും രാജ്യങ്ങളും നിലനിൽക്കുന്നുണ്ട്. വിനീതനാകുവാൻ നമ്മൾ പഠിക്കണം. ഈശോ ഫരീസയരോട് പറഞ്ഞു, നിങ്ങൾക്ക് പിതാവായി അബ്രാഹമുണ്ട് എന്ന് നിങ്ങൾ അഭിമാനിക്കേണ്ട. ഈ കല്ലുകളിൽ നിന്ന് പോലും സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ ദൈവത്തിന് കഴിയും. ദൈവത്തെ പോലും നിയന്ത്രിക്കുന്നത് നമ്മളാണ് എന്ന അഹങ്കാരം വെടിഞ്ഞ് നാം സ്വയം വിനീതരാകണം. സങ്കീർത്തനം 16 അധ്യായം 2 വാക്യം ഓർമ്മിക്കുന്നത് നല്ലതാണ്. അവിടെന്നാണ് എൻ്റെ കർത്താവ്, അങ്ങിൽ നിന്നല്ലാതെ എനിക്ക് നന്മയില്ല എന്ന് ഞാൻ കർത്താവിനോട് പറയും.